അവർക്ക് അല്ലാഹുവിനെ അറിയും. നമ്മുടെ പ്രബോധനത്തിന്റെ അടിത്തറയാണല്ലോ മാലിക് ബിൻ ദീനാർ. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്. قال مالك بن دينار رضي الله عنه خرج أهل الدنيا من الدنيا ولم يذوقوا أطيب ما فيها. ദുനിയാവിന്റെ അഹലുകാർ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ദുനിയാവിലെ ഏറ്റവും രസദായകമായ ചഷകത്തിൽ നിന്ന് കുടിക്കാതെയാണ് ദുനിയാവിന്റെ അഹലുകാർ പിരിഞ്ഞു പോവുക എന്ന് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്. ഖറജ അഹ്ലുദ് ദുനിയാ മിനദ് ദുനിയാ. ദുനിയാവിന്റെ ആളുകൾ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുക. വലം യദൂഖു അത്യബ മാ ഫീഹാ. ഈ ദുനിയാവിലെ ഏറ്റവും രസദായകമായ പരിശുദ്ധമായ ചഷകത്തിൽ നിന്ന് കുടിക്കാനുള്ള ഭാഗ്യമില്ലാതെയാണ് ദുനിയാവിലെ അഹലുകാർ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുക. മാലിക് ബിൻ ദീനാർ അവരുടെ വാക്ക് തന്നെ കൊണ്ട് തുടങ്ങാം. അവരാണ് നമ്മുടെ പ്രബോധനത്തിന്റെ പിതാവ്, മഹാനായ മാലിക് ബിൻ ദീനാർ. അപ്പോൾ കൂടെയുള്ളവർ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഫമാ ഹുവ യാ അബാ യഹ്യ, അബൂ യഹ്യ എന്താണത്? ദുനിയാവിന്റെ അഹലുകാർ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ ദുനിയാവിലെ ഏറ്റവും രസദായകമായ പാത്രത്തിൽ നിന്ന് ഒരു തുള്ളി പോലും കുടിക്കാതെയാണ് അവര് കയ്പുള്ളതൊക്കെ അത് കുടിക്കും. എന്ത് കുടിക്കൂല? ഏറ്റവും രസമുള്ളത് ഒരു തുള്ളി പോലും കുടിക്കാതെയാണ് ദുനിയാവിന്റെ അഹലുകാർ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോവുക എന്ന് മാലിക് ബിൻ ദീനാർ. അപ്പൊ ചോദിച്ചു, യാ അബാ യഹ്യ മാ ഹുവ, എന്താണത്? ആ കുടിക്കാതെ അവർ വിട്ടേച്ചു പോകുന്നത് എന്താണ്? ഫഖാല, അപ്പോൾ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഅരിഫത്തുല്ലാഹ്, അത് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അതാണ് അറിവ്, അള്ളാഹുവിനെ പറ്റിയുള്ള അറിവാണ്. അത് കുടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നഷ്ടം തന്നെയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്ക്, അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ടിയില്ല, സ്വർഗം പോലും വേണ്ടിയില്ല. വലാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി, സ്വർഗം പോലും അവരുടെ ലക്ഷ്യമാവില്ല. ഒന്നും ലക്ഷ്യമല്ല. അല്ലെങ്കിൽ സ്വർഗമാണോ പരമപ്രധാനമായ ലക്ഷ്യം? അത് ലക്ഷ്യമാകുന്നത് അള്ളാഹുവിന്റെ ആയതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരണം, എഴുതിയത് വായിക്കണം.